ഹലോ വെൽക്കം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് കുറച്ച് ഹിന്ദി വേർഡ്സുകളുടെ മീനിങ് പഠിക്കാം. ചെറിയ സിമ്പിളായിട്ടുള്ള വാചകങ്ങളാണ് കേട്ടോ. ഫസ്റ്റായിട്ട് ആപ്പ് യഹാം ആയേ, താങ്കൾ ഇവിടെ വന്നാലും. ആപ്പ് താങ്കൾ, യഹാം ഇവിടെ, ആയേ വന്നാലും. ആപ്പ് യഹാം ആയേ, താങ്കൾ ഇവിടെ വന്നാലും. ആപ്പ് യഹ് കാം കീജിയേ, നിങ്ങൾ ഈ ജോലി ചെയ്താലും അല്ലെങ്കിൽ താങ്കൾ ഈ ജോലി ചെയ്താലും. ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, യഹ് ഇത് അല്ലെ ഈ, യഹ് കാം ഈ ജോലി, കീജിയെ ചെയ്താലും. തൂ വഹാ മത് ജാ, നീ അവിടെ പോകരുത്. തൂ നീ, വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, മത് ജാ പോകരുത്. തൂ വഹാ മത് ജാ, നീ അവിടെ പോകരുത്. തും വഹാം ബൈഠോ, നിങ്ങൾ അവിടെ ഇരിക്കൂ. തും നിങ്ങൾ, വഹാം അവിടെ, ബൈഠോ ഇരിക്കൂ. തും വഹാം ബൈഠോ, നിങ്ങൾ അവിടെ ഇരിക്കൂ. തും വഹാം ബൈഠോ, നിങ്ങൾ അവിടെ ഇരിക്കൂ. തും മുജെ ഏക്ക് കലം ദോ, നീ എനിക്കൊരു പേന തരൂ. തും നീ, മുജെ എനിക്ക്, ഏക്ക് എന്ന് പറഞ്ഞാൽ ഒരു, കലം പേന, ദോ തരൂ. തും മുജെ ഏക്ക് കലം ദോ, നീ എനിക്കൊരു പേന തരൂ. തും വഹാം മത് ജാവോ, നിങ്ങൾ അവിടെ പോകരുത്. തും നിങ്ങൾ, വഹാം അവിടെ, മത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ്. ജാവോ പോകുക എന്നുള്ള പറയുമ്പോൾ മത് ജാവോ പോകരുത്. തും വഹാ മത് ജാവോ, നിങ്ങൾ അവിടെ പോകരുത്. ആപ്പ് വഹാ മത് ജായിയേ, താങ്കൾ അവിടെ പോകാതിരുന്നാലും. ആപ്പ് താങ്കൾ, വഹാം അവിടെ, മത് ജായിയേ പോകാതിരുന്നാലും. നമ്മൾ ഒന്നുകൂടെ റെസ്പെക്റ്റിൽ പറയുന്നതാണ് കേട്ടോ. ജായിയേ പോകാതിരുന്നാലും. മേ ജാത്താ ഹൂം, ഞാൻ പോകുന്നു. മേ ഞാൻ, ജാത്താ ഹൂം പോകുന്നു. മേ എന്നുള്ളത് വന്നത് കൊണ്ടാണ് എന്ത് ലാസ്റ്റ് ഹൂം എന്നുള്ളത് വന്നത്. മേ ജാത്താ ഹൂം, ഞാൻ പോകുന്നു. ഹം ജാത്തേ ഹേ, ഞങ്ങൾ പോകുന്നു. ഹം ഞങ്ങൾ, ജാത്തേ ഹേ പോകുന്നു. ഹം ജാത്തേ ഹേ, ഞങ്ങൾ പോകുന്നു. ഹം ജാത്തേ ഹേ, ഞങ്ങൾ പോകുന്നു. ലഡ്കി റൊട്ടി ഗാത്തി ഹേ, ലഡ്കി റൊട്ടി ഗാത്തി ഹേ, പെൺകുട്ടി ചപ്പാത്തി കഴിക്കുന്നു. ലഡ്കി പെൺകുട്ടി, റൊട്ടി ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി, ഗാത്തി ഹേ കഴിക്കുന്നു. ലഡ്കി റൊട്ടി ഗാത്തി ഹേ, പെൺകുട്ടി ചപ്പാത്തി കഴിക്കുന്നു. മേ ജാ രഹാ ഹൂം, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? മേ ജാ രഹി ഹൂം. മേ ഞാൻ, ജാ രഹാ ഹൂം പോയിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീ പറയുമ്പോൾ രഹി ഹൂം, ജാ രഹി ഹൂം പോയിക്കൊണ്ടിരിക്കുന്നു. വഹ് ലിഖ്താ ഹോഗ, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. വഹ് അവൾ, ലിഖ്താ ഹോഗ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. വഹ് ലിഖ്താ ഹോഗ, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. മേ ജാവുങ്ക, ഞാൻ പോകും. മേ ഞാൻ, ജാവുങ്ക പോകും. മേ ജാവുങ്ക, ഞാൻ പോകും. ഞാൻ പോകുന്ന എങ്ങനെ പറയാം? മേ ജാവുങ്ക. ഹം ജായേങ്കെ, ഞങ്ങൾ പോകും. ഹം ഞങ്ങൾ, ജായേങ്കെ പോകും. ഹം ജായേങ്കെ, ഞങ്ങൾ പോകും. ഹം ജായേങ്കെ, ഞങ്ങൾ പോകും. വഹ് ആയേഗ, അവൻ വരും. വഹ് അവൻ, ആയേഗ വരും. വഹ് ആയേഗ, അവൻ വരും. വഹ് ആയേഗ, അവൻ വരും. വഹ് സ്കൂൾ ഗയ, അവൻ സ്കൂളിൽ പോയി. വഹ് അവൻ, സ്കൂൾ സ്കൂൾ, ഗയ പോയി. വഹ് സ്കൂൾ ഗയ, അവൻ സ്കൂളിൽ പോയി. ലഡ്കി ആയി, പെൺകുട്ടി വന്നു. ലഡ്കി പെൺകുട്ടി, ആയി വന്നു. ലഡ്കി ആയി, പെൺകുട്ടി വന്നു. ലഡ്കി ആയി, പെൺകുട്ടി വന്നു. ഹംനെ കാന ഖായ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഹംനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, കാന ഭക്ഷണം, കായ കഴിച്ചു. ഹംനെ കാന കായ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നെങ്ങനെ പറയാം? ഹംനെ കാന കായ. വഹ് നയാ ഘർ ഹേ, അത് പുതിയ വീടാണ്. വഹ് അത്, നയ പുതിയ, ഘർ ഹേ വീടാണ് അല്ലെങ്കിൽ വീടാകുന്നു. അതൊരു പുതിയ വീടാകുന്നു. വഹ് നയ ഘർ ഹേ. വഹ് ഏക്ക് ചോട്ടാ ഘർ ഹേ, അതൊരു ചെറിയ വീടാണ്. വഹ് അത്, ഏക്ക് എന്ന് പറഞ്ഞാൽ ഒരു, ചോട്ട ചെറിയ, ഘർ ഹേ വീടാണ്. വഹ് ഏക്ക് ചോട്ട ഘർ ഹേ, അതൊരു ചെറിയ വീടാണ്. യഹ് ഗരം പാനി ഹേ, ഇത് ചൂടുള്ള വെള്ളമാണ്. യഹ് ഇത്, ഗരം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, പാനി വെള്ളം, പാനി ഹേ
വെള്ളമാകുന്നു. യഹ് ഗരം പാനി ഹേ. യഹ് ഗരം പാനി ഹേ. ഇത് ചൂടുള്ള വെള്ളമാണ്. യഹ് ഏക് ബഡാ ഷഹർ ഹേ. യഹ് ഏക് ബഡാ ഷഹർ ഹേ. ഇത് ഒരു വലിയ പട്ടണമാണ്. യഹ് ഇത്, ഏക് ഒരു, ബഡാ എന്ന് പറഞ്ഞാൽ വലിയ, ഷഹർ പട്ടണം ആണ്, പട്ടണമാണ്, ഷഹർ ഹേ. ഭാരത് ഹമാരാ ദേശ് ഹേ. ഭാരതം നമ്മുടെ രാജ്യമാണ്. ഭാരത് ഭാരതം. ഹമാര നമ്മുടെ, ദേശ് ഹേ രാജ്യമാണ്. ഭാരത് ഹമാരാ ദേശ് ഹേ. ഭാരതം നമ്മുടെ രാജ്യമാണ്. കൽ കോൻസ വാർ ഹേ. നാളെ എന്താഴ്ചയാണ്? കൽ നാളെ, കോൻസ എന്ത്, വാർ ഹേ അതായത് എന്താഴ്ചയാണ്, നാളെ എന്താഴ്ചയാണ് നമ്മൾ ചോദിക്കില്ലേ, ഏതാഴ്ചയാണ്? കൽ രവിവാർ ദ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. കൽ ഇന്നലെ. കൽ എന്നുള്ളതിന് നാളെ, ഇന്നലെ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ രവിവാർ ധ എന്ന് വന്നത് കൊണ്ട് എന്താണ്, അത് കഴിഞ്ഞ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. കൽ ഇന്നലെ, രവിവാർ ദ ഞായറാഴ്ചയായിരുന്നു. കൽ ചുട്ടി ദ. ഇന്നലെ അവധിയായിരുന്നു. കൽ ഇന്നലെ, ചുട്ടി ദ അവധിയായിരുന്നു. ഇന്നലെ അവധിയായിരുന്നു. കൽ ചുട്ടി ദ. കൽ ചുട്ടി ദ ഇന്നലെ അവധിയായിരുന്നു. വഹ് കഹാനി ലിഖ്താ ഹേ. അവൻ കഥ എഴുതുകയാണ്. വഹ് അവൻ, കഹാനി എന്ന് പറഞ്ഞാൽ കഥ, ലിഖ്താ ഹേ എഴുതുകയാണ്. വഹ് കഹാനി ലിഖ്താ ഹേ. അവൻ കഥ എഴുതുകയാണ്. വഹ് കഹാനി ലിഖ്താ ഹേ. അവൻ കഥ എഴുതുകയാണ്. പോലീസിനെ ചോർക്കോ പക്കട. പോലീസ് കള്ളനെ പിടിച്ചു. പോലീസ്, പോലീസിനെ, പോലീസ്, ചോർക്കോ, ചോർ പറഞ്ഞാൽ എന്താ, കള്ളൻ, ചോർക്കോ കള്ളനെ, പക്കട പിടിച്ചു. പോലീസ് കള്ളനെ പിടിച്ചു. കേരളത്തിലെ ലോക് ഓണം മാൻതേ ഹേ. കേരളത്തിലെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നു. കേരളത്തിലെ ലോക്, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഓണം, മാൻതേ ഹേ ആഘോഷിക്കുന്നു. കേരളത്തിലെ ലോക് ഓണം മാൻതേ ഹേ. കേരളത്തിലെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നു. പിതാജി ഏക്ക് ഗഡിയിലായേ. അച്ഛൻ ഒരു വാച്ച് കൊണ്ടുവന്നു. പിതാജി അച്ഛൻ, ഏക്ക് ഗഡി എന്ന് പറഞ്ഞാൽ ഒരു വാച്ച്, ലായെ കൊണ്ടുവന്നു. ഏക്ക് ഗഡി ഒരു വാച്ച് കൊണ്ടുവന്നു. അച്ഛൻ ഒരു വാച്ച് കൊണ്ടുവന്നു. ക്യാ തും ആവോगे. നിങ്ങൾ വരുമോ? ക്യാ തും നിങ്ങൾ, ആവോगे വരുമോ. ക്യാ തും ആവോगे നിങ്ങൾ വരുമോ. യഹ് കോൻ ഹേ. ഇവൻ ആരാണ്? യഹ് ഇവൻ, കോൻ ഹേ ആരാണ്. യഹ് കോൻ ഹേ ഇവൻ ആരാണ്. നമ്മൾ ചോദിക്കാറില്ലേ ഇവൻ ആരാണ്. യഹ് കോൻ ഹേ. യഹ് ക്യാ ഹേ ഇതെന്താണ്. യഹ് ഇത്, ക്യാ ഹേ എന്താണ്. യഹ് ക്യാ ഹേ ഇതെന്താണ്. യഹ് ക്യാ ഹേ ഇതെന്താണ്. വഹ് കോൻ ഹേ അവൻ ആരാണ്. വഹ് അവൻ, കോൻ ഹേ ആരാണ്. വഹ് കോൻ ഹേ അവൻ ആരാണ്. വഹ് കോൻ ഹേ അവൻ ആരാണ്. വഹ് ക്യാ ഹേ അതെന്താണ്. വഹ് അത്, ക്യാ ഹേ എന്താണ്. വഹിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവൻ, അവൾ, അത്, ആ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പല സന്ദർഭത്തിനനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും. കിസ്കോ കാന ചാഹിയെ. ആർക്ക് ഭക്ഷണം വേണം. കിസ്കോ ആർക്ക്, കാന ഭക്ഷണം, ചാഹിയെ വേണം. കിസ്കോ കാന ചാഹിയെ ആർക്ക് ഭക്ഷണം വേണം. തും കഹാം രഹ്തേ ഹോ. നിങ്ങൾ എവിടെ താമസിക്കുന്നു. തും നിങ്ങൾ, കഹാം എവിടെ, രഹ്തേ ഹോ താമസിക്കുന്നു. തും കഹാം രഹ്തേ ഹോ നിങ്ങൾ എവിടെ താമസിക്കുന്നു. തും കഹാം രഹ്തേ ഹോ നിങ്ങൾ എവിടെ താമസിക്കുന്നു. യഹ് ഗാഡി കിധർ ജാത്തി ഹേ. ഈ വണ്ടി എവിടേക്ക് പോകുന്നു. യഹ് ഗാഡി ഈ വണ്ടി. യഹ് ഗാഡി ഈ വണ്ടി. കിധർ എവിടേക്കാണ്. ജാത്തി ഹേ പോകുന്നത്. യഹ് ഗാഡി കിധർ ജാത്തി ഹേ ഈ വണ്ടി എവിടേക്ക് പോകുന്നത്. ഈ വണ്ടി എവിടേക്ക് പോകുന്നു. യഹ് ഗാഡി കിധർ ജാത്തി ഹേ ഈ വണ്ടി എവിടേക്ക് പോകുന്നു. അബ് ക്യാ ബജാ ഹേ ഇപ്പോൾ സമയം എന്താണ്. അബ് ഇപ്പോൾ, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ക്യാ എന്താണ്, ബജാ ഹേ സമയം. അബ് ക്യാ ബജാ ഹേ ഇപ്പോൾ സമയം എന്താണ്. ആപ്കോ കബ് ജാനാ ഹേ താങ്കൾക്ക് എപ്പോൾ പോകണം. ആപ്കോ താങ്കൾക്ക്, കബ് എപ്പോൾ, ജാനാ ഹേ പോകണം. ആപ്കോ കബ് ജാനാ ഹേ താങ്കൾക്ക് എപ്പോൾ പോകണം. ആപ്കോ കബ് ജാനാ ഹേ താങ്കൾക്ക് എപ്പോൾ പോകണം.
ആപ്പ് കൈസെ ആയേ, താങ്കൾ എങ്ങനെ വന്നു? ആപ്പ് താങ്കൾ, കൈസെ എങ്ങനെ, ആയേ വന്നു. ആപ്പ് കൈസെ ആയേ, താങ്കൾ എങ്ങനെ വന്നു? ആപ്പ് താങ്കൾ, കൈസെ ആയേ എങ്ങനെ വന്നു. യഹ് കിസ്ക ഗർ ഹേ, ഇത് ആരുടെ വീടാണ്? യഹ് ഇത്, കിസ്ക ആരുടെ, ഗർ ഹേ വീടാണ്. യഹ് എന്നുള്ള വാചകത്തിനും ഇവൻ, ഇവൾ, ഇത്, ഈ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതും നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ഓരോ സ്ഥലത്താണ് ഉപയോഗിക്കുക. തുമാരെ പിതാക്ക നാം ക്യാ ഹേ, നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ്? തുമാരെ നിങ്ങളുടെ, പിതാക്ക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ, നാം പേര്, ക്യാ ഹേ എന്താണ്. പിതാജി ക്യാ കർ രഹേ ഹേ, അച്ഛൻ എന്ത് ചെയ്യുന്നു? പിതാജി അച്ഛൻ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, കർ രഹേ ഹേ ചെയ്യുന്നു. പിതാജി ക്യാ കർ രഹേ ഹേ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ എന്ത് ചെയ്യുന്നു? പിതാജി ക്യാ കർ രഹേ ഹേ. വഹ് ക്യോം നഹീ ആയ, അവൻ എന്തുകൊണ്ട് വന്നില്ല? വഹ് അവൻ, ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, നഹീം ഇല്ല, ആയ വരിക, അതായത് നഹി ആയ വന്നില്ല. വഹ് ക്യോം നഹി ആയ, അവൻ എന്തുകൊണ്ട് വന്നില്ല. തും കഹാം സെ ആ രഹേ ഹോ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? തും നിങ്ങൾ, കഹാം സെ എവിടെ നിന്നാണ്, കഹാം എവിടെ, സെ എന്ന് പറഞ്ഞാൽ നിന്ന്, കഹാം സെ എവിടെ നിന്നാണ്, ആ രഹേ ഹോ വരുന്നത്. തും കഹാം സെ ആ രഹേ ഹോ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ആപ്കാ ഗർ യഹാം സെ കിതനി ദൂരി പർ ഹേ, താങ്കളുടെ വീട് ഇവിടെ നിന്ന് എത്ര ദൂരെയാണ്. ആപ്കാ ഗർ താങ്കളുടെ വീട്, യഹാം സെ ഇവിടെ നിന്നും, കിത്തിനി എത്ര, ദൂരി പർ ഹേ ദൂരെയാണ്. ക്യാ മേ അന്തർ ആ സക്താ ഹൂം, എനിക്ക് അകത്തേക്ക് വരാമോ. ക്യാ മേ അതായത് എനിക്ക്, ഞാൻ, അന്തർ ആ സക്താ ഹൂം അകത്തേക്ക് വരാമോ, ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കില്ലേ. ക്യാ മേ അന്തർ ആ സക്താ ഹൂം, എനിക്ക് അകത്തേക്ക് വരാമോ, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് വരട്ടെ. ക്യാ മേ ഓഫീസർ സെ മിൽ സക്താ ഹൂം, എനിക്ക് ഓഫീസറെ കാണാൻ കഴിയുമോ. ക്യാ മേ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ, ഓഫീസർ സെ അതായത് ഓഫീസറെ, മിൽ സക്താ ഹൂം കാണാൻ കഴിയുമോ, എനിക്ക് ഓഫീസറെ കാണാൻ കഴിയുമോ, ഞാൻ ഓഫീസറെ കാണട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ. ക്യാ മേ ഓഫീസർ സെ മിൽ സക്താ ഹൂം, എനിക്ക് ഓഫീസറെ കാണാൻ കഴിയുമോ. ക്യാ മേ ആപ്കി സേവ കർ സക്താ ഹൂം, എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ. ക്യാ മേ എനിക്ക്, ആപ്കി താങ്കളെ, സേവ കർ സക്താ ഹൂം സഹായിക്കാൻ കഴിയുമോ. ക്യാ മേ ആപ്കി സേവ കർ സക്താ ഹൂം, എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ. ക്യാ മേ ആപ്കി സേവ കർ സക്താ ഹൂം, എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും വരാം.